ഹബീബായ തങ്ങളുടെ രണ്ടാമത്തെ ഉപ്പാപ്പയാണ് ഹാശിം എന്ന് പറയുന്നവര്. ഹാശിം എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരനാണ് അബ്ദു ശംസ് എന്ന് പറയുന്നത്. രണ്ടും ഇരട്ട കുട്ടികളായിരുന്നു. നമ്മൾ ഇരട്ട കുട്ടികളെ കാണാറുണ്ടല്ലോ. സയാമീസ് ഇരട്ടകളുണ്ട്, അതുപോലെ തന്നെ ഇരട്ട രൂപത്തിൽ ജനിക്കുന്ന കുട്ടികളുണ്ട്. തെറ്റായിട്ട് ജനിക്കുന്നതുകൊണ്ട്, അല്ലാത്ത രൂപത്തിൽ ജനിക്കുന്നതുണ്ട്. ഇതിവിടെ സയാമീസ് ഇരട്ടകളെ പോലെ ഇരട്ടയായിരുന്നു. അബ്ദു ശംസ് എന്ന് പറയുന്നവരും ഹാശിം എന്ന് പറയുന്നവരും രണ്ട് ഇരട്ടകളായിരുന്നു. ഹാശിം എന്ന് പറയുന്ന തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഹാശിം എന്നവരുടെ കാലിന്റെ വിരല് അബ്ദു ശംസിന്റെ നെറ്റിത്തടത്തിനോട് ഒട്ടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അബ്ദു ശംസിന്റെ നെറ്റിത്തടത്തോട് ഹാശിം എന്നവരുടെ കാലിന്റെ വിരലുകൾ ഒട്ടിയ അവസ്ഥയിലായിരുന്നു ജനിച്ചു വീണത്. അതാ അവര് പറയുന്നു, അവരെ രണ്ടുപേരെയും വേർപെടുത്താൻ ഒരു രക്തത്തിന്റെ ആവശ്യം വന്നു. ഏതായാലും ഉണ്ടാവുമല്ലോ, രണ്ടുപേരെയും വേർപെടുത്തുമ്പോൾ രക്തം വരും, സ്വാഭാവികമാണ്. രക്തം ഒലിക്കാതെ രണ്ടുപേരെയും വേർപെടുത്തൽ അസാധ്യമാണ്. അന്നത്തെ ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു, ഇതിലെന്തോ ഒരു സൂചനയുണ്ട്, ഇവർക്കിടയിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവര് പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേർക്കും ഇടയിൽ ശത്രുത ഉണ്ടായിരുന്നു കേട്ടോ. ആർക്കിടയിലാണ് ശത്രുത എന്നറിയുമോ? ഹാശിം എന്ന് പറയുന്നവരുടെയും അതുപോലെ തന്നെ അബ്ദു ശംസിന്റെ മകനാകുന്ന ഉമയ്യത്തുണ്ട്. ആ ഉമയ്യത്തിന്റെയും ഇടയിൽ തമ്മിൽ പരസ്പരം ശത്രുതയുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബ് കഴിഞ്ഞതിന് ശേഷം ഖുറൈശികളുടെ നേതാവാരാണ്? ഹാശിം എന്നവരാണ്. ആ നേതൃത്വം അത് അബ്ദു ശംസിന്റെ മകനാകുന്ന ഉമയ്യത്തും അത് കാണിച്ചു. ഹാശിം ഏത് രൂപത്തിലുള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് അബ്ദു ശംസിന്റെ മകനാകുന്ന ഉമയ്യത്തും കാണിക്കാൻ തുടങ്ങി. പക്ഷേ വിജയിച്ചില്ല. പറഞ്ഞു വന്നത്, ജനിക്കുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു രക്തത്തിന്റെ ആ ഒരു സാമ്പിള് അവരുടെ കുടുംബത്തിൽ തന്നെ രക്തച്ചൊരിച്ചിലേക്ക് കാരണമായി എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി ഹാശിം എന്നവരെ കല്യാണം കഴിച്ച ചരിത്രം കേൾക്കണോ? ഷാമിലേക്ക് കച്ചവടത്തിന്റെ ആവശ്യാർത്ഥം ഹാശിം എന്ന് പറയുന്ന തങ്ങളുടെ ഉപ്പാപ്പ പോവുകയാണ്. ഹാശിം എന്ന് പറയുന്ന